ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മളെ സീസൺ 6 ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ 4ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജിൻഡോയാണ് ഇതിൽ 4ാമത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പം 3 ടാസ്കുകൾ കഴിഞ്ഞപ്പോഴും പോയിന്റ് ടേബിളിൽ അക്കൗണ്ട് ഒന്നും തുറക്കാതിരുന്ന ജിൻഡോയ്ക്ക് അങ്ങനെ 3 പോയിന്റ് കിട്ടി, അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ അഭിഷേക് ശ്രീകുമാർ രണ്ടാമത് വന്ന് പോയിന്റ് ടേബിളിൽ കുറച്ചുകൂടി ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നതും കുറച്ച് ക്ഷമയും കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് സ്ട്രെങ്ത് ആവശ്യമുണ്ടായിരുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ ടാസ്കുകൾ പോലെ തന്നെ കുറച്ച് ബാലൻസിങ് ഒക്കെ വേണ്ടി വന്നിരുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഇനി ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് കൊടുത്തിരുന്ന ഒരു പ്രോപ്പർട്ടി 2 പെഡസ്റ്റർ ഉണ്ടായിരിക്കും, അതിൽ കുറച്ച് കട്ടകളും വെച്ചിട്ടുണ്ടായിരിക്കും ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി ഒരു കയർ ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത് പിടിക്കുക. ബാലൻസ് ചെയ്ത് പിടിച്ച് ഈ പറയുന്ന പെഡസ്റ്ററിലെ ഓരോ ലെവലിൽ വെച്ചിരിക്കുന്ന പെഡസ്റ്ററിലെ കട്ടകളും എടുത്ത് ഈ കൊണ്ടുവന്നിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ വെച്ച് ഹോൾഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ഓരോ കട്ടകളായി കൊണ്ടുവന്ന് ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ വെക്കുക എന്നുള്ളതാണ്. ഈ പ്രോപ്പർട്ടി മറിഞ്ഞു പോകരുത്, അതുപോലെ തന്നെ ഈ കട്ടകൾ മറിഞ്ഞു പോകാതെ കയറുകൊണ്ട് ഈ പ്രോപ്പർട്ടി ബാലൻസ് ചെയ്ത് പിടിക്കുകയും വേണം. അപ്പം കുറച്ച് ബാലൻസിങ്ങും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗെയിമിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം എന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജിൻഡോ അത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. ജിൻഡോയ്ക്ക് മികച്ച വിജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നതും. അഭിഷേകും മികച്ച രീതിയിലായിരുന്നു. അഭിഷേകിൻ്റെ ആ ഒരു ടെക്നിക്കും അടിപൊളി തന്നെയായിരുന്നു. അഭിഷേകിനെ സംബന്ധിച്ച് അഭിഷേക് ഓൾറെഡി ലീഡിലാണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേകിൻ്റെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ഭിന്നാകുക അല്ലെന്നുണ്ടെങ്കിൽ 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളതായിരുന്നില്ല. 1ാം സ്ഥാനം നോക്കിയിരുന്നു, എന്നാൽ അതിനു ഉപരി ആദ്യത്തെ ആ ഒരു ലെവലിലുണ്ടായിരുന്ന കട്ടകൾ എടുത്തു വെച്ച് എത്രയും പെട്ടെന്ന് 4 കട്ടകൾ വെച്ചിട്ട് ആ ഒരു ടൈമിംഗ് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അഭിഷേക് നോക്കിയിരുന്നത്. കാരണം പിറകിലേക്ക് പോകുമ്പോൾ വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേക് അതിനുവേണ്ടി കൂടുതൽ റിസ്ക് എടുത്തില്ല. ജിൻഡോ പുറകിൽ പോയി 5ാമത്തെ കട്ട വെച്ചപ്പോഴും അഭിഷേക് അത് പുറകിലേക്ക് പോയി കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. 4 കട്ടകൾ പെട്ടെന്ന് തന്നെ വെച്ച് സെക്കൻഡ് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അതിനകത്ത് നടന്നിരുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അഭിഷേകിനെ സംബന്ധിച്ച് ഇനി ഓരോ ഗെയിമുകളും സൂക്ഷിച്ച് കളിച്ചാൽ മാത്രം മതി. വെറുതെ 1ാം സ്ഥാനത്തിന് വേണ്ടി കളിച്ച് അനാവശ്യമായിട്ട് തോൽക്കേണ്ട കാര്യമില്ല. മാക്സിമം ശ്രമിക്കുക, അതിന് ശേഷം റിസ്ക് എടുത്ത് 1ാം സ്ഥാനം നോക്കേണ്ട കാര്യമില്ല. 2ാമതോ 1ാമതോ വന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. ഒരു കൺസിസ്റ്റൻസി പോയിന്റ് ടേബിളിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അഭിഷേകിൻ്റെ ഇനിയുള്ള ഗെയിം. കാരണം ഓൾറെഡി നല്ല ലീഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അഭിഷേകിന് അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ഗെയിമിലും ഈ പറയുന്നത് പോലെ സായി ആണെന്നുണ്ടെങ്കിലും ശ്രീതു ആണെന്നുണ്ടെങ്കിലും അല്ല മികച്ച രീതിയിൽ കളിക്കാൻ അവർക്ക് സാധിച്ചു. അവരാണ് ഇനി ഒന്ന് റിസ്ക് എടുത്ത് പുറകോട്ട് പോകാൻ നോക്കിയത്. എന്നാൽ അതിനിടയ്ക്ക് പറ്റിയ ഒരു കോൺസെൻട്രേഷൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഒരു മത്സരം നഷ്ടമായി പോയത്. എന്താണെന്നുണ്ടെങ്കിലും 4 മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അഭിഷേക് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ജിൻഡോയും മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പോയിന്റ് ടേബിൾ തുറക്കാതെ നിൽക്കുന്നത് നോറ, ശ്രീതു, അതുപോലെ നന്ദന എന്നിവരൊക്കെയാണ്. ബാക്കി നമുക്ക് ഋഷിക്ക് 2 പോയിന്റ്, അതുപോലെ തന്നെ ജാസ്മിന് 2 പോയിന്റ്, അർജുന് 2 പോയിന്റ്, ഇവരൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് നിൽക്കുന്നു. സിജോയ്ക്ക് 1 പോയിന്റ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ മത്സരങ്ങൾ പോകുന്നു. അപ്പോൾ ഇന്ന് 1-2 മത്സരങ്ങൾ കൂടി ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ളതിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.